എന്ത് സാധനം വാങ്ങിയാലും അവിടെ GST നമ്പർ കൊടുത്ത് ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കാനാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെല്ലാം ഐറ്റംസിന് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിൽ ആദ്യത്തേതാണ് മോട്ടോർ വെഹിക്കിൾ. നിങ്ങളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ആ ഒരു വാഹനം വാങ്ങുന്നത് എൻറ്റയർലി ഫോർ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു ചരക്ക് കൊണ്ടുപോകാൻ അങ്ങനത്തെ പർപ്പസിനാണെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ട് പർപ്പസിനായിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രത്യേകം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ കപ്പാസിറ്റി, സിറ്റിംഗ് കപ്പാസിറ്റി 13 അതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൽ താഴെയാണെങ്കിൽ, അതായത് കാറ് പോലുള്ള ചെറിയ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റാത്തതാണ് ഫുഡ്, ബിവറേജസ്, അതുപോലെ തന്നെ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് ഫീസ്, ഇൻഷുറൻസ്, ഡ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്. അത് നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ള കാറ്റഗറിയിൽ വരും. അതിനും നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആയിട്ട് വരുന്ന സാമ്പിൾ കാര്യങ്ങൾ, എല്ലാ പ്രൊഡക്റ്റുകൾ, ഇതിനൊന്നും നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവിടെ ഓൾറെഡി അത് GST ഇല്ലാതെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതല്ല, അതുപോലെ തന്നെ ഫ്രോഡായിട്ട് മറ്റു ഇൻപുട്ട് എക്സ്ട്രാ കാണിച്ചുകൊണ്ട് ഫ്രോഡായിട്ട് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇൻ കേസ് നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഇൻട്രസ്റ്റ് അടക്കം, നിങ്ങൾ ഇൻട്രസ്റ്റ് പെനാൽറ്റി അടക്കം നിങ്ങൾ ഇത് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും.